ആപ്കെ അദാലത്തിൽ പ്രസിദ്ധ സിംഗറും കമ്പോസറുമായ അദ്നാൻ സാമിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒന്നാം നമ്പർ മടിയനാണ് എന്നുള്ളതാണ്. ഈ കുറ്റാരോപണം ഞാൻ പ്രത്യക്ഷമായി അംഗീകരിക്കുകയാണ്, സമ്മതിക്കുന്നു. ഇപ്പോ ഞാനൊരു മടിയനാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു സ്പീഡിൽ, അതായത് വളരെ പതുക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ സ്റ്റൈൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ 35 വർഷമായി താങ്കൾ പാട്ട് പാടുകയാണ്. ചിലർ പറയാറുണ്ട് 25 വർഷത്തിൽ ഞാൻ 5000 പാട്ട് പാടി, ചിലരാണെങ്കിൽ 6000 പാട്ട് പാടി എന്ന് പറയും. പക്ഷെ അദ്നാൻ സാമി 100 പാട്ടേ പാടിയുള്ളൂ. എന്തു പറ്റി, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്? അതായത് ഞാൻ എപ്പോഴും മ്യൂസിക്കിനെ ഒരു ഫാക്ടറി പോലെ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്നത് മറ്റുള്ളവർക്ക് പാഷനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതെനിക്ക് പാഷൻ തന്നെയാണ്. മ്യൂസിക് എന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ, അതായത് എൻ്റെ മനസ്സ് എന്തു പറയുന്നു അതുപോലെയാണ് ഞാൻ പ്രവർത്തിക്കാറുള്ളത്. ഞാൻ ഇത് ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് എപ്പോൾ പറയുന്നോ അതുപോലെ ഒരുപാട് പേരുണ്ട്, അവർ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ അവരെ അഡ്മയർ ചെയ്യുന്നു. ഞാൻ വളരെ ഡിഫറൻ്റായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് പാട്ടിൽ എത്രത്തോളം പാഷനുണ്ടോ അതിലും കൂടുതലാണ് ആഹാരത്തിൽ നിന്നാണ്. താങ്കൾ എത്രത്തോളം പാട്ട് പാടിയിട്ടുണ്ടോ അത് കവച്ചു വെക്കുന്ന രീതിയിൽ ആഹാരവും കഴിക്കുന്നുണ്ട്. ഇതും വാസ്തവമാണ്. എൻ്റെ അടുക്കിലേക്ക് ഒരു വ്യക്തി വന്നു. അദ്ദേഹം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തെല്ലാം പാചകം ചെയ്യുമെന്ന്. അദ്ദേഹം എന്നോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നു. എന്നിട്ട് മെനു കാണിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ സിന്ധി ഫുഡൊക്കെ പാചകം ചെയ്യുമെന്ന്. ഉണ്ടാക്കും സാർ, നന്നായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ രാജേഷ് ഖന്ന സാറിനെ ഓർമ്മ വന്നത്. ശരിക്കും അദ്ദേഹത്തെ കാണാൻ അതുപോലെയായിരുന്നു. ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, സിന്ധി ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ റെക്കോർഡിങ്ങിന് പോയി. റെക്കോർഡിംഗ് കഴിഞ്ഞ് ഞാൻ നേരെ സിന്ധി ബിരിയാണി കഴിക്കണമെന്ന ആഗ്രഹത്തോടെ നേരെ വീട്ടിലേക്ക് വന്നു. അന്ന് ഞാൻ അവിടെ പോയി ഇരുന്നതും അദ്ദേഹം ബിരിയാണി എടുത്തുകൊണ്ട് വന്നു. അതിൽ കാലും ഇല്ലായിരുന്നു, തലയും ഇല്ലായിരുന്നു, ഒന്നുമില്ലെന്ന് പറയാം. സിന്ധി ബിരിയാണി അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഉടനെ അങ്ങനെ വിളിച്ചു, ഇങ്ങോട്ട് വന്നേ, ഇതെന്താ ഇത് സിന്ധി ബിരിയാണിയാണ് സാർ. അന്ന് ശരിക്കും എൻ്റെ വെയിറ്റ് 230 കിലോ ആയിരുന്നു. അത്ര വെയിറ്റ് വേണം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാണോ സിന്ധി ബിരിയാണി? അതെ സാർ. എന്നെ നീ ഒന്ന് നന്നായിട്ട് നോക്കിയേ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ടെൻഷനായി. ആൾക്ക് മനസ്സിലായി എന്തോ ശരിയല്ലെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ. എൻ്റെ ഈ വെയിറ്റ് കണ്ടില്ലേ നിങ്ങൾ? ഇത് കഴിച്ചാണ് ഉണ്ടായത്. ഇത് ഡയറ്റിലുണ്ടായതല്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ പറ്റിക്കാം, പക്ഷെ എന്നെ പറ്റിക്കാനാവില്ല. ആളുടനെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല സാർ എന്ന് പറഞ്ഞു. താങ്കളുടെ ആ 230 കിലോ വെയിറ്റ് താങ്കൾ ആഹാരം കഴിച്ചതുകൊണ്ട് സംഭവിച്ചതാണോ, അതോ ശരീരം അങ്ങനെ ആയതുകൊണ്ട് താങ്കൾ ആഹാരം കഴിച്ചതാണോ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, അതായത് ചില സമയത്ത് സർക്കാസ്റ്റിക്കലി, നിങ്ങളുടെ ഹെൽത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കും. ഞാൻ വയർ നിറച്ച് കഴിക്കുമെന്ന് പറയും. അതെനിക്ക് ഇഷ്ടമാണെന്ന് പറയും. അത് ഞാൻ എല്ലാവരോടും അഭിമാനത്തോടെയാ പറയാറ്. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ, അതായത് എനിക്ക് ഭക്ഷണം എന്ന് വെച്ചാൽ ജീവനാന്നേ ഞാൻ പറയൂ. എൻ്റെ വെയിറ്റും കൂടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ടെൻഡൻസി ഉണ്ടാകും. അതായത് എൻ്റെ അമ്മ എന്നോട് ഇടയ്ക്കിടെ പഞ്ചാബിയിൽ പറയും, അതായത് അതാണ് സത്യം. ഞാൻ കുറച്ച് കഴിച്ചാൽ പോലും എൻ്റെ വെയിറ്റ് കൂടും, എന്തായാലും കൂടും. പക്ഷേ ചിലർക്കൊന്നും എത്ര കഴിച്ചാലും വെയിറ്റ് കൂടില്ല. അപ്പോൾ താങ്കളുടെ മടിക്കുള്ള കാരണം താങ്കൾ മടിയനായതുകൊണ്ട് വണ്ണം വെച്ചതാണോ, അതോ വണ്ണം ഉള്ളതുകൊണ്ട് മടിയനായതാണോ? രണ്ടും.
ആക്ച്വലി പറയുകയാണെങ്കിൽ ജോക്സെപ്പാട്ട്, എനിക്ക് അതായത് 230 കിലോ ഭാരമുണ്ടായത്, അതായത് യഥാർത്ഥത്തിൽ അത് ശരിക്കും സീരിയസ് ആയ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയെന്ന് പറയാം. അതാണ് ശരി. ആ സമയത്ത് എൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. അദ്ദേഹം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു പേഷ്യൻ്റായിരുന്നു. അന്ന് ഞങ്ങൾ ലണ്ടനിലായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അതായത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ചെക്കപ്പ് ചെയ്യൂ എന്ന്. അങ്ങനെ ചെക്കപ്പ് നടത്തുകയുണ്ടായി, ഓപ്പറേഷനും നടത്തുകയുണ്ടായി. അതായത് ഇതിനുള്ള ചികിത്സ ക്രോംവെൽ ഹോസ്പിറ്റലിൽ. അവിടെ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കണ്ടീഷൻ പറഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞത്, നീ ചെക്കപ്പ് ചെയ്താലേ ഞാൻ ചെയ്യൂന്ന്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു, സമ്മതിച്ചു. ഞാൻ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വന്നു. അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ വന്ന് എന്താ പറയുക, സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അല്ല ഒന്നും പറഞ്ഞത്, മുഖത്തടിച്ച പോലെയാ പറഞ്ഞത്. നമ്മളോട് വളരെ ലളിതമായി സോഫ്റ്റായി പറയാനൊന്നും അവർ നിൽക്കില്ല. അങ്ങനെയല്ല അവിടുത്തെ രീതികൾ. അവരൊന്നും തന്നെ മറയ്ക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷേ നമ്മുടെ ഡോക്ടർമാരെ നോക്കുകയാണെങ്കിൽ ക്ഷമയോട് പറയും, വളരെ സമയത്തിന് ശേഷമേ ക്യാൻസർ എന്നുള്ള കാര്യം പോലും പറയും. സത്യമാണ്. പക്ഷെ അവിടെയുള്ള ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ പറയും. അതെ, അവര് പറയും നിങ്ങളിപ്പോ കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ടെന്ന്. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഫീൽ ചെയ്യൊന്നുമില്ലല്ലോ. അവരിങ്ങനെ നമ്മളോട് പറയൂ. അതായത് സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും. അതായത് അവരെന്നോട് പറഞ്ഞത്, സമി, യുവർ റിസൾട്ട്സ് ആർ ബോർഡർ ലൈൻ. ഇഫ് യു കണ്ടിന്യൂ വിത്ത് ദിസ് ലൈഫ് സ്റ്റൈൽ, ഐ വുഡ് നോട്ട് ബി സർപ്രൈസ്ഡ് ദാറ്റ് യുവർ പാരൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിൽ 6 മാസത്തിനകം മരിച്ചു കിടക്കുന്നത് കാണുമെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇത് ശരിക്കും അവർ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. സോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഡോക്ടേഴ്സൊക്കെ വളരെ മെലോ ഡ്രാമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ ക്രോംവെല്ലിൽ നിന്ന് പോയതിനു ശേഷം നേരെ, അപ്പോൾ ഈവനിങ് സമയമായിരുന്നു, നേരെ ചെന്ന് ഒരു ബേക്കറിക്കകത്തേക്ക് കയറി. അതിനകത്ത് ചെന്ന് ഞാൻ പാതി ബേക്കറി കാലിയാക്കിയെന്ന് പറയാം. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം ശരിക്കും വളരെ ദേഷ്യത്തിലായിരുന്നു. നിനക്ക് മരണത്തെ ഒട്ടും ഭയമില്ലേ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതൊക്കെ നീ മറന്നോ? അവർക്കെന്തും പറയല്ല, അവർ മെലോ ഡ്രാമാറ്റിക് ആയിട്ട് പലതും പറയും, നമ്മളതൊന്നും കാര്യമാക്കരുത്. അങ്ങനെ എനിക്കൊന്നും ഇല്ലച്ചാന്ന് പറഞ്ഞു. നീ എന്താ മനസ്സിലാക്കാത്തെ? നിനക്കൊരു കുഴപ്പമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാനും അച്ഛനും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ അച്ഛനാണ്. എൻ്റെ കടമ എന്താന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകും. ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും നിന്റെ ഒപ്പം ഉണ്ടാകും. ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഫേവർ ചെയ്യാനൊന്നും വരില്ല, കാരണം ഞാൻ നിന്റെ അച്ഛനാണ്. ഇതെന്റെ കടമയാണ്. നിന്റെ ലൈഫാണ് എനിക്ക് വലുത്. ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്, ഒരേ ഒരു കാര്യം മാത്രം. നീ അത് സമ്മതിക്കുമോ? അതെന്തെന്ന് വെച്ചാ, അതായത് ഒരച്ഛൻ സ്വന്തം മകന് അന്ത്യകർമ്മങ്ങൾ ചെയ്യരുത്, എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത്. നീയാണ് എനിക്ക് വേണ്ടി അത് ചെയ്യേണ്ടത്. എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല, ദയവേത് എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത്. നിനക്ക് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും, പക്ഷെ ഇത് മാത്രം ചെയ്യില്ല. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. അന്നത്തെ ആ ഒരു മോമെന്റിൽ, ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിനൊരു വാക്കു കൊടുത്തു. അച്ഛാ, ഞാനൊരു കാര്യം പറയാണ്, അച്ഛന് ദീർഘായുസ് കിട്ടട്ടെ. അച്ഛനെക്കൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യിക്കില്ല. ഇന്ന് ഞാൻ അച്ഛന് വാക്ക് തരാണ്, എൻ്റെ വെയിറ്റ് ഞാൻ തീർച്ചയായും കുറയ്ക്കാമെന്ന്. അതിനുശേഷം ഞാൻ കുറഞ്ഞതൊരു 120 കിലോ കുറച്ചു. ഒരു ഫോട്ടോ, ഞങ്ങളുടെ പക്കൽ ഒരു ഫോട്ടോ ഉണ്ട്. ഇതിനു മുൻപ് താങ്കൾ എങ്ങനെയായിരുന്നു എന്ന് കാണാനുള്ള ഒരു റീകോൾ ആയിരിക്കും ഇത്. ഇത്രത്തോളം വണ്ണമുള്ള സമയത്ത് താങ്കൾ ഡ്രസ്സൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്നത്? ടൈലർ എങ്ങനെയാണ് അളവൊക്കെ എടുക്കുന്നത്? എൻ്റെ ഷോൾഡർ കൊണ്ട്. അതൊരു രസകരമായ കഥയാണ്. മുൻപൊക്കെ
ഒരേ ഒരു ടൈലർ മാത്രമാണ് വന്നിരുന്നത്. അദ്ദേഹം എൻ്റെ അളവെടുക്കുന്ന സമയത്ത്, അതായത് അദ്ദേഹം അതിങ്ങനെ ടേപ്പ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അത് മതിയാകാതെ വരും. അതിനുവേണ്ടി അദ്ദേഹം കൂടെ ഒരു അസിസ്റ്റന്റിനെയും കൊണ്ടുവരും. അയാൾ എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് അങ്ങനെ അളക്കാനായി ഇത് ചുറ്റി ഇങ്ങനെ വരും. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് എൻ്റെ ഡ്രസ്സിനൊക്കെ അളവെടുത്തിരുന്നത്. അതോടുകൂടി അവർ നിർത്തില്ല, വേറൊരു കാര്യം കൂടി പറയും, സാർ നിങ്ങൾ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് അളവെടുക്കാറ്. അതായത് ആ സമയത്ത് എൻ്റെ വേസ്റ്റിൻ്റെ അളവ് എത്രയാന്ന് വെച്ചാ, അതായത് ഏകദേശം മാക്സിമം 81 കൈയടിക്കും. സോ 81 വേസ്റ്റ്, 220 കിലോ വെയിറ്റ്. അപ്പോ കിടക്കാൻ വേണ്ടി ബെഡ് പ്രത്യേകമായിട്ട് നിർമ്മിച്ചതായിരിക്കും. അതായത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അതായത് വർഷങ്ങളോളം, പല വർഷങ്ങൾ എനിക്ക് സമാധാനത്തോടെ നേരെ നിവർന്ന് കിടക്കാൻ കഴിയില്ല. കാരണം എൻ്റെ വെയിറ്റ് എത്ര കൂടുതലായിരുന്നോ, ഞാൻ കിടക്കുന്ന സമയത്ത് ഇവിടെ ഫാറ്റ് ഉണ്ടാവും. അതെൻ്റെ ലങ്സിനെ ഗ്രാവിറ്റി കൊണ്ട് ഇങ്ങനെ അമർത്താൻ തുടങ്ങും. എനിക്ക് നേരെ ശ്വാസം വിടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇരുന്നാണ് ഉറങ്ങിയിരുന്നത് വർഷങ്ങളോളം. അത് കാരണം പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറെ നാൾ കഴിഞ്ഞപ്പോൾ വാട്ടർ റിഡക്ഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ വളരെ ലോങ് ജേർണി ചെയ്യുന്ന സമയത്ത് എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ കാലുകളിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ തോന്നും. എനിക്ക് എത്രത്തോളം വാട്ടർ റിഡക്ഷൻ ഉണ്ടായിരുന്നുവെന്ന് വെച്ചാൽ, അതായത് ആ സമയത്ത് എനിക്ക് ലിംഫോഡിമ ഉണ്ടായി. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. താങ്കൾ നിറയെ ഷോസ് ഒക്കെ ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെ ഷോ ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ കയറണം, ഇറങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അത് ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇത് ഞാൻ പബ്ലിക്കിൽ നിന്നും എല്ലാം മറച്ചു വെച്ചിരുന്നു. അതായത് എൻ്റെ അവസ്ഥ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അതായത് ഞാനൊരു 2 സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചാൽ ആ സമയത്ത് അപ്പം തന്നെ എനിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങും. ചിലപ്പോഴൊക്കെ ഞാൻ സ്റ്റേജിൽ പോകുന്ന സമയത്ത് സ്റ്റേജിൽ പോയി നിൽക്കണമെങ്കിൽ, അതായത് അവിടെ എത്തിയതും എനിക്കൊരു 5 മിനിറ്റ് ഇരുന്നേ പറ്റൂ, എൻ്റെ ശ്വാസം ഒന്ന് നേരെ എടുക്കാൻ വേണ്ടി. എന്നിട്ടേ ഞാൻ സ്റ്റേജിൽ കയറുകയുള്ളൂ. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അടുത്ത ഒരു 15 മിനിറ്റ് എനിക്ക് ഒന്നും നേരെ സംസാരിക്കാൻ തന്നെ കഴിയില്ല. എനിക്ക് ശ്വാസം മുട്ടൽ വളരെയേറെ അനുഭവപ്പെടും. എനിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയില്ല. എന്നെ ഏറെ ബുദ്ധിമുട്ടിച്ച സമയമായിരുന്നു അത്. വളരെ ബുദ്ധിമുട്ടി. പക്ഷേ ഞാൻ പ്രോജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന പോലെ, ലൈഫിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല, ഹാപ്പി ഗോ ലക്കി എന്ന പോലെ. താങ്കൾ പാടിക്കൊണ്ടേ പിയാനോ വായിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അതാണ് തോന്നിയിട്ടില്ല. സത്യം. പക്ഷേ ഇത് പുറത്ത് ആർക്കും തന്നെ അറിയില്ല. അതായത് സർക്കസിലൊക്കെ നടക്കില്ലേ, അതുപോലെ. കർട്ടന് പുറകിൽ നടക്കുന്നത് ആർക്കും അറിയില്ലല്ലോ, അതുപോലെ. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ എനിക്ക് വേറൊരു വഴിയുമില്ലായിരുന്നു. എൻ്റെ വെയിറ്റ് എനിക്ക് വളരെ ബുദ്ധിമുട്ടി കുറയ്ക്കേണ്ടി വന്നു. ഇദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സാർ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് വൈറലായിട്ടുണ്ട്. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി സാർ ഒരുപാട് സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരിയാണോ സാർ? അവർ പറയുന്നത് ബെരിയാട്രിക് പോലെ, ലിപ്പോസെഷൻ പോലെ അങ്ങനെ എന്തെങ്കിലും? അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾ അവർക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അദ്ദേഹം ബൈറിയാട്രിക് സർജറി ചെയ്തിരിക്കുകയാണ്. മറ്റു ചിലർ പറഞ്ഞു അദ്ദേഹം ലൈഫോ സെക്ഷൻ ചെയ്തിരിക്കുകയാണെന്ന്. പക്ഷേ ഇവിടെയുള്ളവർക്ക് ഈ ലൈഫോ സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ലൈഫോ സെക്ഷൻ എന്ന് വെച്ചാൽ, അതായത് ഒരുപക്ഷെ നിങ്ങൾ ബേസിക്കലി സ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് എനിക്ക് ഈ ഒരു ഭാഗത്ത് മാത്രം, അതെ, അതുപോലെ തന്നെ. അതെങ്ങനെയാന്ന് വെച്ചാ സൂചി അകത്ത് കയറ്റി ഒറ്റയടിക്ക് വലിച്ചെടുക്കലാണ്. മനസ്സിലായോ? പക്ഷേ എനിക്ക് 230 കിലോ ഉണ്ടായിരുന്നു. എനിക്ക് വാക്യൂം ക്ലീനറാണ് ആവശ്യം വന്നത്. അതുകൊണ്ടാണ് ഉള്ളിലുള്ളത് വലിച്ചെടുക്കേണ്ടത്. അതായത് ലൈഫോ സെക്ഷൻ എന്നത് ഞാൻ ചാൻസേ ഇല്ല, ചെയ്തിട്ടില്ല. ബാരിയാട്രിക് സർജറിയും ഞാൻ ചെയ്തിട്ടില്ല. അതായത് എനിക്ക് ഒരു നല്ല ഒരു ന്യൂട്രീഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുമായിരുന്നു. അദ്ദേഹം ഹൂസ്റ്റണിലായിരുന്നു. ആ ന്യൂട്രീഷൻ എനിക്ക് വളരെ കൃത്യമായൊരു ഡയറ്റിംഗ് ചാർട്ട് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു.
അതൊരു ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരുന്നു. നോ ബ്രെഡ്, നോ റൈസ്, നോ ഷുഗർ, നോ ഓയിൽ, നോ ആൽക്കഹോൾ, അങ്ങനെയുള്ള ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അത് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം കുറേശ്ശെയായി എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങി. ആ സെഷൻ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തുടക്കത്തിൽ നമ്മുടെ വെയിറ്റ് വെള്ളത്തിലാണ് കുറയാൻ തുടങ്ങുന്നത്. ബോഡിയിൽ നിന്ന് ധാരാളം ജലം പുറത്തേക്ക് പോകും. അത് നമുക്കൊരു എൻകറേജ്മെന്റ് ആയിരിക്കും. തുടങ്ങിയ 2 മാസം കൊണ്ട് 20 കിലോ ഞാൻ കുറഞ്ഞു. ഞാൻ അതിൽ വളരെ സന്തോഷിച്ചു. അങ്ങനെയിരിക്കെ ഞാൻ ഒരു ദിവസം ഹ്യൂസ്റ്റണിൽ ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്നപ്പോൾ ഒരു ടീഷർട്ട് കണ്ടു. അത് XL ആയിരുന്നു. ആ സമയത്ത് എൻ്റെ വെയിറ്റ് 9XL ആയിരുന്നു. എനിക്ക് ചെറിയ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ 9XL ആയിരുന്നു. അവിടെ ഒരു ടീഷർട്ട് കണ്ടപ്പോൾ അതെനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അത് XL ആയിരുന്നു. ഞാൻ അത് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അത് കണ്ടിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, ഇത് കൊള്ളാമെന്ന്. ഇത് ആർക്കാ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇത് എനിക്കാ. മോനെ, നീ നിന്റെ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ ഈ ടീഷർട്ടിൽ നിന്റെ ശരീരം പോയിട്ട് കൈ പോലും അകത്ത് കയറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിപ്പോൾ ഈ ടീഷർട്ട് വാങ്ങാൻ പോവാണ്. ഈ ടീഷർട്ട് വാങ്ങി ഞാൻ സൂക്ഷിച്ച് വെക്കാൻ പോവാണ്. എന്നിട്ട് ഈ ടീഷർട്ടിൻ്റെ സൈസിലെത്തുമ്പോൾ ഞാൻ ഈ ടീഷർട്ട് ഇടും. എന്നിട്ട് ഞാൻ ആ ടീഷർട്ട് വാങ്ങി. എൻ്റെ അമ്മ വിചാരിച്ചു കാണും, ഇവനെന്താ ഇത്ര വാശി കാണിക്കുന്നതെന്ന്. കാരണം അതിനു മുമ്പ് ഞാൻ ഡയറ്റൊക്കെ തുടങ്ങി പാതിയിൽ നിർത്തിയിട്ടുണ്ട്. കാരണം അപ്പോൾ ഒന്നും പ്രയോജനം ഉണ്ടായിരുന്നില്ല. അതായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ വെയിറ്റ് എപ്പോൾ കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടുവോ, എൻ്റെ സൈസ് കുറയുമ്പോൾ എനിക്ക് ഈ ടീഷർട്ട് ഇടാൻ കഴിയും. അതെനിക്ക് രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ അങ്ങനെ തോന്നും. എന്നിട്ട് അത് ഇട്ട് നോക്കിയിട്ട് ഇല്ല ഇനിയും കുറഞ്ഞിട്ടില്ല, ഇനിയും കുറഞ്ഞിട്ടില്ല, ഇനിയും ട്രൈ ചെയ്യണം. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ആ ടീഷർട്ട് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ അതെനിക്ക് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അതായത് അപ്പോൾ ഒരു രാത്രി 3 മണി സമയമാണ്. ഉടനെ തന്നെ ഞാൻ എൻ്റെ അച്ഛന് ഫോൺ ചെയ്തു. വളരെ ഉച്ചത്തിലാണ് ഞാൻ സംസാരിച്ചത്. അച്ഛൻ പേടിച്ച് ശരിക്കും എന്നോട്, എന്താ മോനെ, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അച്ഛാ, ഞാനൊരു ടീഷർട്ട് വാങ്ങിച്ചിരുന്നില്ല, അതെനിക്ക് പാകമായി എന്ന് പറഞ്ഞു ഞാൻ. അദ്ദേഹം പറഞ്ഞു, കൺഗ്രാറ്റ്സ് എന്ന്. ഞാൻ അച്ഛനോട് ഉടനെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എൻ്റെ ഈ കൈയുണ്ടല്ലോ, എൻ്റെ ഈ കൈയിലെ ഞരമ്പുകൾ, ഇതിനു മുമ്പ് അതൊന്നും തീരെ കാണില്ലായിരുന്നു, ബണ്ണ് പോലെ ഉണ്ടാവും. അപ്പോ എനിക്ക് എന്റെ ഞരമ്പുകളും കാണാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സൂപ്പർ, വെരി ഗുഡ് എന്ന്. ഐ ആം വെരി ഹാപ്പി എന്ന്. അങ്ങനെയാണ് ഞാൻ എന്റെ വെയിറ്റ് കുറച്ചത്. വളരെ ബുദ്ധിമുട്ടിയാണ് കുറച്ചത്. there is no shortcut to life, you know. ആരൊക്കെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നോ അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഷോർട്ട് കട്ട് എന്നൊന്നില്ല. നമ്മൾ എത്രത്തോളം നാച്ചുറലായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം നല്ലതാണ് നമുക്ക്. അതെ, തീർച്ചയായും ഉണ്ട്.